ഓം ശാന്തി. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഏത് ഒക്കെ സങ്കല്പധാരകൾ പ്രവഹിക്കുന്നുണ്ടോ, ഏത് വിധത്തിലുള്ളതായിരിക്കുന്ന വാക്കുകളെ അവർ ഉപയോഗിക്കുന്നുണ്ടോ, ഏത് സ്റ്റൈലിൽ ഏത് ടൈപ്പ് ഓഫ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടോ, ഏത് രീതിയിലുള്ളതായിരിക്കുന്ന മനോഭാവം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ടോ, ഇതൊക്കെ തന്നെയാണ് അവരുടെ ബിലീവ് സിസ്റ്റം, അതവരുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിട്ട് മാറുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊരു കാര്യം നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ ശക്തിയാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കാനുള്ളതായിരിക്കുന്ന കീ എന്ന്. ഈ കീ പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെ നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനത്തിലൂടെയും ലക്ഷ്യത്തിലൂടെയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊക്കെ നേടാറുണ്ട്. അവർ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നില്ല, പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ല. അതറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് വളരെ വേഗത്തിൽ നമുക്ക് പ്രഭാവം ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യാൻ അറിയാതെ ഇന്ന് എനിക്ക് നല്ല ഉന്മേഷം തോന്നി, ഉത്സാഹം തോന്നി, കിട്ടും എന്നൊക്കെ ഒരു ഫെയ്ത്തൊക്കെ തോന്നിപ്പോയി, ഞാനതൊക്കെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ എനിക്ക് മൂഡുണ്ടായില്ല ചെയ്യാൻ. അറിയില്ല, എൻ്റെ ആ ഒരു വിശ്വാസം, ആ ഒരു ഉന്മേഷം, ആ ഒരു ഉത്സാഹമൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഒരുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നുണ്ടായ വിശ്വാസം നാളേക്ക് എന്തേ കുറഞ്ഞു പോയി. ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്ന് കരുതിയിട്ടല്ലോ ജീവിതത്തിൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ വിശ്വാസം എനിക്ക് കുറയാൻ കാരണം ഞാൻ ആ ദിവസം ഉപയോഗിച്ചതായിരിക്കുന്ന എൻ്റെ ചിന്താധാര, അന്നത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചതായിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകളിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ടുള്ള എനർജി, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് പിറ്റേ ദിവസം നമുക്കതിതായിട്ടുള്ള വിശ്വാസത്തിൽ അത്രയ്ക്ക് ഉന്മേഷം തോന്നണില്ല, ആ ഒരു ഫെയ്ത്ത് ഉള്ളിൽ നിന്ന് വരുന്നില്ല, അത് ചെയ്യാനുള്ളതായിട്ടുള്ള മോട്ടിവേഷൻ വരുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഒരു ദിവസത്തെ നമ്മുടെ അശ്രദ്ധമായി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ, നമ്മുടെ മനസ്സിൽ നിന്ന് കൺട്രോൾ ഇല്ലാതെ പ്രവഹിക്കുന്നതായിട്ടുള്ള ചിന്തകൾ, എന്തൊക്കെയോ വായിക്കുകയും കാണുകയും ചെയ്യുന്നതായിട്ടുള്ള രീതികൾ, ആരോടൊക്കെ എന്ത് പറയണം എന്ന് നിശ്ചയിക്കാതെ എന്തൊക്കെയോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തിനെ ഡെവലപ്പ് ചെയ്താൽ, ഞാൻ വായിച്ചിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയോട് കൂടിയിട്ട് ഒരു മലയുടെ അടുത്ത് മാറാൻ പറഞ്ഞാൽ മല മാറും എന്നൊക്കെ. മല മാറ്റേണ്ട, പക്ഷേ ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിനെ ഉപയോഗിക്കാമല്ലോ. ആ വിശ്വാസത്തിൻ്റെ ശക്തി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ, തിങ്ക് സക്സസ്. ഞാൻ വിജയിയാണ് എന്ന കാര്യം നമ്മൾ തന്നെ അങ്ങ് വിചാരിച്ചേക്കണം. ഒരു പ്രാവശ്യം വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ആൾ പറയും, നീയല്ലേ വിജയാവാൻ പോകുന്നത്, നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ഉള്ളിലിരുന്ന് നമ്മളെ തന്നെ ആ ഒരു നിരാശാഭാവം ഉണ്ടല്ലോ, നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ, അത് നമ്മളോട് തിരിച്ച് പ്രത്യുത്തരമായിട്ട് നമ്മളെ കൊണ്ടാവില്ല, അതൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് പറ്റുമോ, ഇത് നിൻ്റെ സാഹചര്യത്തിൽ ചേരുമോ, നീ അങ്ങനത്തെ ഒരു കാര്യത്തിനല്ലല്ലോ, ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതായിട്ടുള്ള നിരവധി ചിന്തകളുടെ ധാര റെക്കോർഡാക്കി വെച്ചതായിരിക്കുന്ന നമ്മുടെ അനുഭവത്തിൻ്റെ, ഓർമ്മകളുടെ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ ചിന്താധാരനെ ജയിക്കാൻ വേണ്ടി, ഞാൻ എന്തൊരു കർമ്മത്തിന് വേണ്ടി, എന്തൊരു കാര്യത്തിന് വേണ്ടി ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും, അത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിലും, ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിലും, ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി പോവുകയാണെങ്കിലും, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും, ആക്ഷൻ ഏത് ടൈപ്പ് ആയിക്കോട്ടെ, ഗിവിങ് ഓർ ടേക്കിംഗ് എനിത്തിങ്, പക്ഷേ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്തിരിക്കും, അതിൽ ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് സ്വയം നമ്മളോട് നമുക്ക് പറയാൻ പറ്റണം. പറയാൻ അറിയില്ല എങ്കിൽ, പറഞ്ഞ് ശീലമില്ല എങ്കിൽ, കുട്ടിക്കാലം തൊട്ട് ചീത്ത കേട്ടിട്ടും നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ശാപവാക്കുകളായി പോയിരുന്നു എന്ന് നമ്മുടെ കാരണം പറഞ്ഞതുകൊണ്ട് ഒരിക്കലും സക്സസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റൂ, അല്ല ഞാൻ സക്സസ്ഫുള്ളാണ്, അല്ല എനിക്ക് ചെയ്യാൻ പറ്റും. അത്ര പലതവണ നിങ്ങളോട് നിങ്ങൾ തന്നെ പറയുമ്പോൾ, നിങ്ങളുടെ ആ ഒരു ഭാഷ മാറ്റുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. മനസ്സിൽ സങ്കല്പം വരുമ്പോൾ ഓപ്പോസിറ്റ് തോട്ട് വന്നാൽ ഉടനെ പറയുക, വേണ്ട, വെറുതെ
എന്നോട് യുദ്ധത്തിന് വരണ്ട, ഞാൻ പോസിറ്റീവ് ചിന്തിക്കൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഉടനെ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നിരന്തരമായിട്ട് ആദ്യം ആ ഒരു തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എനർജി ലെവൽ കുറവായിരിക്കാം, നമുക്കതിൻ്റെ സുഖം കുറവായിരിക്കാം. പക്ഷേ നിരന്തരമായിട്ട് ആ ടൈപ്പ് ഓഫ് തോട്ട്സ് അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് തോട്ട്സ് എനർജി റിസീവ് ചെയ്യാൻ തുടങ്ങും. ആ തോട്ട്സ് എനർജി റിസീവ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി മനോഭാവത്തിൽ മാറ്റം വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോഴും അതെ, ഇനി ആളുകളോട് നമ്മളിതൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കുകയാവോ പരിഹസിക്കുകയാവോ എന്ത് ചെയ്യാവോ എന്ന് വിചാരിച്ച്, സപ്പോസ് നിങ്ങൾക്ക് പറയുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുകയുള്ളൂ, നിങ്ങളെ കുറ്റപ്പെടുത്തുകയുള്ളൂ, നിങ്ങളെ ഉള്ള മോട്ടിവേഷൻ കളയുകയുള്ളൂ, അല്ലാതെ ഉത്സാഹം തരില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ്ലി ഒരിക്കലും ഷെയർ ചെയ്യാൻ പോകരുത്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു എനർജി നമ്മുടെ തന്നെ ഓരോരുള്ളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കും. അപ്പം ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ ഞാൻ ജയിക്കുന്നൊക്കെ തന്നെയാണ് നിശ്ചയിക്കണേ. പക്ഷേ അവരെന്നെ കുറ്റം പറയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുത്തതായിട്ട് ഡയറക്ഷൻ അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഊർജ്ജം കിട്ടില്ല, നിങ്ങൾക്ക് ആ കാര്യം സക്സസ് ആക്കാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുടെ ഇടയിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വിമർശനത്തെ പോസിറ്റീവ്ലി നേരിടാനുള്ളതായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് സൈലൻസ് കീപ്പ് ചെയ്തോളൂ. എന്നാലും കുഴപ്പമില്ല, നെഗറ്റീവായിരിക്കുന്ന കമൻസ് അവനവനെക്കുറിച്ച് ഒരിക്കലും പറയാതിരിക്കുക. എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മുടെ സംസ്കാരം, നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, ഇതൊക്കെ നമ്മളുണ്ടാക്കുന്ന വാക്കുകൾ കൊണ്ട് അതിൻ്റെ ഊർജ്ജം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു വലിയ എനർജി തന്നെയാണ് നമ്മുടെ വാക്ക്. ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പറയുക എന്നുള്ളത് ഒരു എനർജിയുടെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യം പറയരുത്, നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കരുത്, നെഗറ്റീവായിട്ടുള്ള തമാശകൾ ഒഴിവാക്കണം. അറിയാതെ ജീവിതത്തിൽ അപകടം വരുത്തി വെക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഓൾവേസ് പോസിറ്റീവ്, ഞാൻ നല്ലത് തന്നെയാണ്, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മളോട് പറയണം. അതും വല്ലപ്പോഴും പറഞ്ഞാൽ പോരാ, കാര്യം വരുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ, ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ദിവസവും നമ്മൾ റിമൈൻഡ് ചെയ്യുകയും വേണം. കാരണം ഒരു സർട്ടൺ ലെവൽ വരെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തം ആത്മബലത്തിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും പറയാതെ തന്നെ ആ ടൈപ്പ് ഓഫ് തോട്ട്സ് വരാൻ തുടങ്ങും, ആ ടൈപ്പ് ഓഫ് വേർഡ്സ് വരാൻ തുടങ്ങും, നമ്മുടെ ആക്ഷനിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാവാൻ തുടങ്ങും. പക്ഷേ അതാദ്യം അത് ഉണർന്ന് വരണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഒരു ഫ്ലോ എത്തും വരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് രാവിലെ ഉണർന്ന ഉടനെ ആ പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറയാറുണ്ട്, ഇന്നൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ റെഗുലർ നടക്കുന്നതായിട്ടുള്ള സത്സംഗങ്ങളിൽ ജാതി, മതം, വർഗം എല്ലാവിധ വ്യത്യാസങ്ങൾക്കുപരിയായിക്കൊണ്ട് ഈ ലോകത്തെ സർവ്വ മനുഷ്യന്മാർക്കും സ്വയം പരമാത്മാവിൻ്റെ മഹാവാക്യം കേട്ടുകൊണ്ട് നമ്മളെ ചാർജ് ചെയ്യാനതായിട്ടുള്ള സത്സംഗാസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കാവുന്നതാണ്. ഏത് സെൻറ്ററിലും ലോകത്ത് 147 രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഓൾമോസ്റ്റ് മുക്കിലും മൂലയിലും എന്ന് പറയുന്ന രീതിയിൽ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ പോവുകയാണെങ്കിൽ മോർണിംഗ് സെഷൻസ് എന്നും രാവിലെ 6:30-ക്കോ 7 മണിക്കോ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും രാവിലെ ആ 1 മണിക്കൂർ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വാക്കിൻ്റെ ശുദ്ധിയും ചിന്തകളുടെ ശുദ്ധിയും തന്നെത്താൻ മാറ്റാനുള്ളതായിട്ട് ഒരു ടെക്നിക്കാണ്. നമ്മളെ ചാർജറിൽ ഇടുന്ന പോലെയാണ് ഡെയിലി ക്ലാസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെയിലി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ക്ലാസ്സിൻ്റെ സുഖം അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ സുഖം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിരന്തരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ സ്വയം ആ പോസിറ്റീവായിട്ടുള്ള കാര്യം റിമൈൻഡ് ചെയ്യാനും, എന്നും ഞാൻ സക്സസ്ഫുള്ളാണ്, ഞാൻ ചിലപ്പോൾ ജയിക്കുന്നല്ല, ഞാൻ ജയിച്ചതാണ്, ഞാൻ തന്നെ ജയിക്കൂ, ഭഗവാൻ എനിക്ക് കൂട്ടിനുണ്ട്, ഞാൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആരാ ജയിക്കുക, ഈ ടൈപ്പ് ഹൈലി പവർഫുള്ളായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യൂ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വേർഡ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അത് നിങ്ങൾക്ക് നന്നായിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ വലുതായി തന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. ഒരിക്കലും ചെറുതാക്കി കാണണ്ട. കാര്യം കൊച്ചാണെങ്കിലും അത് 100%, ഞാൻ 100% വിചാരിക്കുമ്പോൾ 80% കിട്ടും. പഠിക്കാനുള്ള കുട്ടികളോട് പറയില്ലേ നമ്മൾ, 100% മാർക്ക് വാങ്ങാൻ വിചാരിച്ചാൽ 80 കിട്ടും, 80 വാങ്ങണമെന്ന് വിചാരിച്ചാൽ 50 കിട്ടും എന്നൊക്കെ പറയും.
പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു തോട്ട് പാറ്റേൺ മാറ്റൂ. ഞാൻ വാങ്ങിക്കുന്നു വിചാരിച്ചാൽ അത് ഫുൾ പെർഫെക്റ്റായിട്ട് വാങ്ങിക്കും എന്ന് തന്നെ വിശ്വസിക്കൂ. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തിയെ, വിശ്വാസത്തിൻ്റെ ശക്തി ഒരിക്കൽ ഉണർന്നു വന്നാൽ ശൂന്യതയിൽ നിന്ന് കൊട്ടാരം ജനിച്ചു വരാനും ആ വിശ്വാസത്തിൻ്റെ ശക്തി മതി. സീറോയിൽ നിന്ന് ഹീറോ ആവാനും ആ വിശ്വാസത്തിൻ്റെ ശക്തി മതി. ഈ ഭൂമിയുടെ അധികാരിയായിട്ട് മാറ്റാൻ നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ സ്വത്തിൻ്റെ മുഴുവൻ അധികാരി എന്നല്ല, സ്വന്തം ലോകത്തിൻ്റെ അധികാരിയാവുമ്പോൾ മൻ ജീത്തെ ജഗത് ജീത്തായി മാറാൻ വേണ്ടി എല്ലാത്തിനുള്ള ശക്തി വിശ്വാസത്തിൻ്റെ ശക്തിയിലുണ്ട്. അതുകൊണ്ട് അവനവനിൽ വിശ്വസിക്കണം, പ്രപഞ്ചത്തിൽ വിശ്വസിക്കണം, ഭഗവാനിൽ വിശ്വസിക്കണം. നമ്മൾ ഓരോ കർമ്മത്തിലും നമുക്ക് വിശ്വാസം വേണം, സങ്കല്പത്തിൽ വിശ്വാസം വേണം, വാക്കിൽ വിശ്വാസം വേണം. എങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം എന്നതായിട്ടുള്ള ചാബി നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന മാധ്യമമായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.